മരിച്ച് 450 വർഷത്തോടടുക്കുമ്പോൾ ആവിലായിലെ വിശുദ്ധ ത്രേസ്യയുടെ ശരീരം അഴുകാത്ത നിലയിൽ കണ്ടെത്തി. യേശുവിനോടുള്ള സ്നേഹത്തെ സൂചിപ്പിച്ചുകൊണ്ട് വിശുദ്ധയുടെ ഹൃദയം മാലാഖ കുത്തിത്തുളച്ചതിന്റെ ഓർമ്മത്തിരുന്നാൾ ആചരിച്ച പശ്ചാത്തലത്തിൽ വിശുദ്ധയുടെ കബറിടം ഓഗസ്റ്റ് 28-ന് തുറന്നതിന്റെ വിശദാംശങ്ങൾ നിഷ്പാദുക കർമ്മലീത്ത സഭാ നേതൃത്വം ഔദ്യോഗികമായി അറിയിക്കുകയും ആവില രൂപത പ്രസ്താവനയിലൂടെ ഇത് സ്ഥിരീകരിക്കുകയുമായിരുന്നു. ഇതിനു മുൻപ് 1914 അവസാനമായി തുറന്നപ്പോൾ വിശുദ്ധയുടെ ശരീരം കാണപ്പെട്ട അതേ ദൃശ്യരൂപം 110 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും നിലനിർത്തുന്നു എന്ന് നിഷ്പാദുക കർമ്മലീത്ത സഭയുടെ പോസ്റ്റുലേറ്റർ ജനറൽ ഫാദർ മാർക്കോ ചീസ അറിയിച്ചു. ആദ്യം കല്ലറയിലെ മാർബിൾ സ്ലാബ് നീക്കം ചെയ്ത ശേഷം വിശദമായ പഠനത്തിനായി സജ്ജീകരിച്ച മുറിയിൽ ശാസ്ത്ര മെഡിക്കൽ സംഘത്തിന്റെയും സഭാ കോടതി അംഗങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു മൃതശരീര പേടകം തുറന്നത്. ശരീരം പരിശോധിക്കുന്നതിന് മുൻപായി അവിടെയുണ്ടായിരുന്നവർ സഭയുടെ വേദപാരംഗത കൂടിയായ വിശുദ്ധ ത്രേസ്യയുടെ ശരീരത്തിനു മുന്നിൽ പ്രാർത്ഥിച്ചു. തുടർന്ന് 1914 കാണപ്പെട്ടതുപോലെ അതേ അവസ്ഥയിൽ ശരീരം തുടരുന്നു എന്ന നിഗമനത്തിൽ ആദ്യത്തെ ദൃശ്യപരിശോധന എത്തിച്ചേർന്നു. സ്പെയിനിലെ ആൽബർട്ട് ഡി ടോർമസിലെ ബസിലിക്ക ഓഫ് അനൻസിയേഷനിലാണ് വിശുദ്ധ തെരേസയുടെ ഭൗതിക ശരീരം വണക്കത്തിലുള്ളത്. വിശുദ്ധയുടെ മരണത്തിന് 9 മാസങ്ങൾക്ക് ശേഷം ശരീരം കേടുകൂടാതെയിരിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. വിശുദ്ധയുടെ മരണശേഷം വീണ്ടും പല പ്രാവശ്യങ്ങളിലായി ശരീരം പുറത്തെടുക്കുകയും അവ അഴുകിയില്ലെന്ന് മാത്രമല്ല സുഗന്ധം വമിക്കുന്നതായും നിരീക്ഷണങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു. അസ്ത്രം കൊണ്ട് തുളച്ചുകയറിയ വിശുദ്ധയുടെ അഴുകാത്ത ഹൃദയവും ശ്രദ്ധ നേടിയിരുന്നു. ആൽബർട്ട് ഡി ടോമസിൽ വണക്കത്തിലുള്ള യേശുവിന്റെ വിശുദ്ധ ത്രേസ്യയുടെ ഭൗതിക ശരീരത്തിൽ ശാസ്ത്ര വിദഗ്ധ സംഘം പഠനങ്ങൾ ആരംഭിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.